ബഹുമാനപ്പെട്ട BJP പ്രതിനിധി ആ നിയമം ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. താങ്കളുടെ അറിവില്ലായ്മ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പല്ലേ? ജനങ്ങൾ ഇതൊക്കെ കുറെ നാളായിട്ട് കേൾക്കുന്നതാ, ഒന്ന് കേട്ടിരിക്കെ. ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി, അത് പട്ടാളത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഏറ്റവും അധികം, അത് കഴിഞ്ഞ് റെയിൽവേയുടെ കയ്യിൽ, അത് കഴിഞ്ഞ് വഖഫ് ബോർഡിന്റെ കയ്യിലാണ് ഈ പ്രോപ്പർട്ടി മുഴുവൻ. അതായത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രോപ്പർട്ടി കയ്യിലുള്ളത് മുസ്ലിങ്ങളാണ് എന്ന രൂപത്തിലാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പാർലമെന്റിൽ അത് പാസാക്കിയ പിറ്റേ ദിവസം ഓർഗനൈസറിൽ വരുന്ന ലേഖനത്തിൽ ഈ രാജ്യത്ത് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന സ്വത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് ക്രിസ്ത്യൻ സഭകളുടെ കയ്യിലാണ്, കത്തോലിക്ക സഭയുടെ കയ്യിലാണ് എന്നൊരു കണക്ക് പ്രസിദ്ധീകരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇത്തരം ഒരു കണക്ക് ഈ RSSന്റെ കയ്യിൽ വരിക, ഓർഗനൈസറുടെ കയ്യിൽ വരിക? അപ്പൊ പ്രീ പ്ലാൻഡ് ആയിട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി കൃത്യമായി പരിശോധിച്ച് കണക്കുകൾ തയ്യാറാക്കി വച്ചിരിക്കുക. ആദ്യത്തെ ശത്രു ഇസ്ലാം, അവരെ കൈകാര്യം ചെയ്യാൻ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ ആ ക്രിസ്ത്യാനികളെ ഒരു കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാര്, പിന്നെ ഓരോ ന്യൂനപക്ഷവും ആ ന്യൂനപക്ഷത്തിന്റെ അസ്തിത്വം ഓരോന്നായി ഇല്ലാതാക്കാൻ